എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഈ ഒരു ടാസ്ക് എന്തായാലും ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാം. ബട്ട് ഞാനത് ചെയ്യുന്നില്ല. ഈ ഒരു സമയം ഞാൻ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കണം, അസൈൻമെന്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാം. ബട്ട് ഒരു സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാം. ബട്ട് എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാം. ബട്ട് ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഹൈ പ്രയോറിറ്റി ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് ഉണ്ട്. അത് ചെയ്താൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ നല്ലപോലെ അറിയാമെങ്കിലും മിക്ക സമയങ്ങളിലും നമ്മൾ അത് ചെയ്യാതെ രാവിലെ എണ്ണീറ്റതും ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻസ് നോക്കി ഇമെയിൽസ് ചെക്ക് ചെയ്ത് FB ഇൻസ്റ്റ ഒക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഫോൺ നോക്കിയാൽ എന്ത് സംഭവിക്കാനാണ് എന്ന്. 10-15 മിനിറ്റ് അല്ലേ എന്ന് തോന്നിയാലും ഇതിന്റെ പിന്നിലെ ട്രിക്ക് എന്താണെന്നാൽ സ്ക്രോളൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് അട്രാക്റ്റീവ് ആയി തോന്നില്ല. സോ നമ്മൾ നമ്മളോട് തന്നെ പറയും, എന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാം. കോഫി കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടേക്കാം എന്ന് തോന്നും. അങ്ങനെ നമ്മൾ എത്രയൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഡിലേ ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ആ ടാസ്ക് ഒന്ന് തുടങ്ങാനായിട്ട് പാടായിരിക്കും. നമ്മൾ അറിയാതെ തന്നെ ഒരു മെന്റൽ ബാരിയർ ഉണ്ടാകാനായിട്ട് തുടങ്ങും. അത് ദിവസങ്ങൾ കഴിയുന്തോറും മറികടക്കാൻ പറ്റാത്ത ഒരു തടസ്സമായിട്ട് മാറും. ഈ ഒരു ചലഞ്ച് നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡോപാമിൻ ഡീടോക്സ്. എന്താണ് ഈ ഡോപാമിൻ ഡീടോക്സ്? ഇവിടെ നമ്മുടെ പ്രോബ്ലം എന്താണ്? ഡീടോക്സ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്? ഒരു സക്സസ്ഫുൾ ഡീടോക്സ് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റെപ്പ് മെത്തേഡ് എന്താണ്? ഇതൊക്കെ ചെയ്ത് ഫൈനലി പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ ഒഴിവാക്കി നമ്മുടെ വർക്ക് ഒക്കെ ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഡോപാമിൻ ഡീടോക്സ്. ഇന്നത്തെ വീഡിയോ ഡോപാമിൻ ഡീടോക്സ് എന്ന ബുക്കിന്റെ ഫുൾ ബുക്ക് സമറിയാണ്. ഹായ് എവരിവൺ, ദിസ് ഇസ് അന്നപൂർണി ആൻഡ് ഈ ചാനലിൽ ബുക്ക് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻ കേസ് ഈ ബുക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങുക. അഫിലിയേറ്റ് ലിങ്ക് ആണ്, നിങ്ങൾക്ക് എക്സ്ട്രാ കാശൊന്നും ആവില്ല, എന്നാൽ എനിക്ക് ചെറിയൊരു കമ്മീഷനും കിട്ടും. ഇനിയും ഇതുപോലെ നിറയെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇതെന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ വീഡിയോ. ഫസ്റ്റ്, ഈ ഡോപാമിൻ എന്നാൽ എന്താണ്, അതിന് നമ്മുടെ ലൈഫിൽ എന്ത് റോളാണ് ഉള്ളത് എന്ന് നോക്കാം. ഡോപാമിൻ എന്ന ഒരു സംഭവത്തെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടു കാണും. ക്ലിയർ ആയിട്ടല്ലെങ്കിലും ചിലപ്പോൾ ഒരു വേഗമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ഈ ഡോപാമിൻ? ഡോപാമിൻ എന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് നമുക്കൊരു റിവാർഡ് കിട്ടും എന്ന ആന്റിസിപ്പേഷൻ നമുക്ക് തോന്നിക്കുന്ന ആളാണ്. ആ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ് നമുക്ക് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു. നമ്മുടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും റീപ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ ഡോപാമിൻ. ഒരുപാട് പേര് ഡോപാമിൻ എന്നത് ഒരു പ്ലഷർ കെമിക്കൽ ആയിട്ടാണ് കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മുടെ ഉള്ളിൽ ഡോപാമിൻ റിലീസ് ചെയ്യാൻ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം എന്നില്ല. മിക്ക സമയങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിവാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീണ്ടും എംപ്റ്റി ആൻഡ് അൺഫുൾഫിൽഡ് സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. ഒന്ന് കിട്ടിയാലും അടുത്ത റിവാർഡ് ഉടനെ തന്നെ വേണം എന്നൊരു ആവേശത്തിൽ നെക്സ്റ്റ് ഡോപാമിൻ റിലീസിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്റ്റിമുലേഷൻസ് കൂടുന്തോറും നമ്മുടെ ലൈഫ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. നമുക്കുള്ള അഡിക്ഷൻസ് എന്തൊക്കെയാണ്? അതിനുള്ള മെയിൻ സോഴ്സ് ഓഫ് സ്റ്റിമുലേഷൻ ഏതൊക്കെയാണ്? ഇതൊക്കെ ശരിക്കും നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ? അത് ചിലപ്പോൾ വീഡിയോ ഗെയിംസ് ആവാം, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നതാവാം, ഇമെയിൽസ്, മെസ്സേജസ്, TV സീരീസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് കൺട്രോൾ ആണ് നമുക്ക് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇത് എത്ര മതി, നിർത്താം എന്നൊക്കെ തോന്നിയാൽ പോലും നമ്മളെ കൊണ്ട് നിർത്താനായിട്ട് പറ്റുന്നില്ല. അടുത്ത ഡോപാമിൻ ഹിറ്റിന് വേണ്ടി വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ആവുമ്പോൾ ഫോക്കസും കോൺസെൻട്രേഷനും വേണം എന്നുള്ള ടാസ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. അതിന്റെ റിസൾട്ട് പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യാൻ ഒരു മൂഡില്ല, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. മനുഷ്യന്റെ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നോക്കിയാലും ഡോപാമിൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല ഭക്ഷണം, സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നിങ്ങനെയുള്ള റിവാർഡ്സ് നേടാനുള്ള ആന്റിസിപ്പേഷൻ ഉണ്ടാക്കി. അതാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും റീപ്രൊഡക്ഷനും എല്ലാം സഹായിച്ചത്. അതായിരുന്നു ഡോപാമിന്റെയും പ്രൈമറി റോൾ. ബട്ട് ഇപ്പോഴുള്ള കാലത്ത് അത് അങ്ങനെ മാറി. അൺഫോർച്ചുനേറ്റ്ലി ഡോപാമിന്റെ പ്രോസസ്സ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അതുമൂലം ഒരുപാട് പ്രത്യാഘാതങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. ആക്ച്വലി ഇപ്പോഴും നമ്മളെ അത് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്കിനി ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഈ ഡോപാമിനെ നമുക്ക് മോളിക്യൂൾ ഓഫ് മോർ എന്ന് കരുതാം. നമ്മുടെ എൻവയൺമെന്റ് ഓർ ആക്ഷൻസ് ഡോപാമിൻ റിലീസിനെ ട്രിഗർ ചെയ്യുമ്പോഴെല്ലാം
നമുക്ക് അത് വീണ്ടും വേണം എന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ചില കാര്യങ്ങളോട് അഡിക്റ്റ് ആവുന്നത്. പണ്ടൊക്കെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ ആയിരുന്നു അഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ലിസ്റ്റിൽ കുറച്ചുകൂടി ആൾക്കാർ കയറിയിട്ടുണ്ട്. ലൈക്ക് ഗാംബ്ലിംഗ്, ഷോപ്പിംഗ്, വീഡിയോ ഗെയിംസ്, TV സീരീസ്, സോഷ്യൽ മീഡിയ, വർക്ക്, ഇങ്ങനെയുള്ള സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള എക്സ്പോഷർ കുറച്ചാൽ തന്നെ നമ്മുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും കൂടും. അത് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞ് നടക്കുകയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപാമിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടത് എന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ഫോക്കസ് എന്നത് നമ്മുടെ അടുത്തുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള എന്നാൽ അധികം ഇല്ലാത്ത ഒരു അസറ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മാർക്കറ്റേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്സ് ഒക്കെ നമ്മളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർക്കറിയാം വ്യൂവേഴ്സ് ഒരുപാട് സമയം അവരുടെ പ്ലാറ്റ്ഫോമിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ കമ്പനീസിന് അഡ്വർടൈസിംഗിലൂടെ ഒരുപാട് കാശ് സമ്പാദിക്കാമെന്ന്. ഇതിനായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻസും അൽഗോരിതം ഒക്കെ ഉള്ളത്. ഇതിൽ ഏത് ആപ്പ് എടുത്ത വീഡിയോസ് കുറച്ചു നേരം കണ്ടിരുന്നാൽ അറിയാൻ പറ്റും, അപ്പോൾ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അടുത്തടുത്ത് നമ്മളെ കാണിക്കാൻ തുടങ്ങും. നമ്മളും അത് കണ്ട് അങ്ങനെ ഇരിക്കും. അത്രയ്ക്ക് എഫിഷ്യന്റ് ആണ് അവരുടെ അൽഗോരിതം. ഇതിൽ നമുക്കൊരു ചെറിയ പ്ലസ് ഉണ്ട്. നമുക്ക് വേണം എന്നുള്ള വീഡിയോസ് വേഗം തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. പക്ഷേ അതിന്റെ ഒരു നെഗറ്റീവ് വേർഷൻ ആണ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നൊരു എൻലെസ് ലൂപ്പിൽ നമ്മൾ പെടുന്നു. എന്നിട്ട് അതിൽ നിന്നും പുറത്തു വരാനായിട്ട് പാടുപെടുന്നു. ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടെത്തി മനസ്സിലാക്കുന്നതിന് പകരം എയിംലെസ് ആയി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് ആണ് ഇവിടെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ റിസൾട്ട് ആണ് പ്രൊഡക്റ്റീവ് അല്ലാതാകുന്നതും ആൻസൈറ്റി കൂടുന്നതും അല്ല. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോട്ടിഫിക്കേഷൻ വന്നതും സോഷ്യൽ മീഡിയ പോയി ചെക്ക് ചെയ്യുന്നത്, ഇമെയിൽസ് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ, അനലിറ്റിക്സ് ഇതൊക്കെ വെറുതെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂട്യൂബ് ഇടയ്ക്കിടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യുന്നത്, ഒരു വീഡിയോ ഓർ പോസ്റ്റ് FB ഓർ ഇൻസ്റ്റയില് ഇട്ട ശേഷം ലൈക്ക് വന്നിട്ടുണ്ടോ, കമന്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇതിന്റെ എല്ലാം റിസൾട്ട് ഫോക്കസ് ഇല്ല, പ്രോക്രാസ്റ്റിനേഷൻ കൂടുന്നു. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട്. ഡോപാമിൻ ആൻഡ് ഈ ഇപ്പോഴുള്ള സ്റ്റിമുലേഷൻ ലോങ് ടേം ആയിട്ട് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കുന്നു, ക്ഷമ ഇല്ലാതാക്കുന്നു. ലോങ് ടേം ആയിട്ട് ചിന്തിച്ച് ഡെസിഷൻസ് എടുക്കുന്ന ഒരാളായിരിക്കും ലൈഫിൽ സക്സസ് ആവുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ ഷോർട്ട് ടേം തിങ്കിങ്ങിലോട്ട് പോകും. ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊക്കെ എനിക്കറിയാം, ബട്ട് ജങ്ക് സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഠിക്കണമെന്ന് എനിക്കറിയാം, ബട്ട് നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു. എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അറിയാം, ബട്ട് സമയമില്ല എന്ന എക്സ്ക്യൂസ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മണിക്കൂർ കണക്കിന് ടൈം വേസ്റ്റ് ആക്കുന്നു. ഇതൊക്കെ കാരണമാണ് നമുക്കൊരു എഫേർട്ട് ഇട്ടിട്ട് ക്ഷമയോടുകൂടി ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റാതാവുന്നതും ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് പലതിലും പോയിട്ട് കൈയിടുന്നതും അല്ല. നമുക്കിവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് നാള് ഫോക്കസ് ആയി ഇരുന്ന് ചെയ്യുന്ന ചെറിയ ടാസ്ക് ആണെങ്കിലും ചെയ്താൽ മതി. ബട്ട് നമ്മുടെ പേഷ്യൻസ്, ഫോക്കസ് ഇതെല്ലാം ഹൈജാക്ക് ചെയ്തില്ലേ നമ്മുടെ വില്ലന്മാർ. ഇങ്ങനെ നമുക്ക് ഓവർ സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് അത് വീണ്ടും വീണ്ടും വേണം, സ്റ്റോപ്പ് ചെയ്യണ്ട എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ട്രിക്സ് ഒക്കെ ചെയ്യും. ഒന്നാമത്തെ ട്രിക്കാണ് വർക്കിലോട്ട് തിരിച്ചു വരാനായിട്ട് എളുപ്പമാണ് എന്നത്. ഒരു ഇമെയിൽ ചെക്ക് ചെയ്യാൻ ഫോൺ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കി നോക്കി പല ആപ്സ് പരതുമ്പോൾ നമ്മുടെ മൈൻഡ് ഈ ട്രിക്ക് യൂസ് ചെയ്യും. നോക്കിക്കോ സാരമില്ല, കുറച്ചു നേരമല്ലേ, വർക്കിലോട്ട് വേഗം തന്നെ തിരിച്ചു വരാം എന്ന്. ബട്ട് റിയാലിറ്റിയിൽ അത് നടക്കില്ല. 5 മിനിറ്റ് എന്ന് വിചാരിച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാലും നമ്മൾ നിർത്തില്ല. രണ്ടാമത്തെ ട്രിക്കാണ് സാരമില്ല, സമയമുണ്ടല്ലോ, പിന്നെ ആണെങ്കിലും ചെയ്യാം എന്നത്. ഓവർ സ്റ്റിമുലേഷനായി നമ്മുടെ മൈൻഡ് ഈ ട്രിക്ക് യൂസ് ചെയ്യുമ്പോഴാണ് ഉച്ചയ്ക്ക് ചെയ്യാം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാം എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ടാസ്ക് നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നത്. എന്നിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അയ്യോ ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നോർത്ത് നമ്മളോട് തന്നെ ദേഷ്യവും സങ്കടവും എല്ലാം വരും. മൂന്നാമത്തെ ട്രിക്കാണ് എക്സൈറ്റ്മെന്റ് ആണ് മെയിൻ, ഫുൾഫിൽമെന്റ് ഒക്കെ അത് കഴിഞ്ഞേ ഉള്ളൂ എന്നത്. നമ്മൾ ഇങ്ങനെ നമ്മളെ മറന്ന് ഇങ്ങനെയുള്ള സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മൈൻഡ് പറയും നീ എൻജോയ് ചെയ്യുന്നില്ലേ, അത് മതി, മറ്റൊന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട, ജസ്റ്റ് എൻജോയ് എന്ന്. ബട്ട് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഈ മൈൻഡ്ലെസ് സ്ക്രോൾ കഴിഞ്ഞാൽ എത്ര നേരം മീനിങ് ഫുൾ ആയിട്ടാണോ സമയം ചെലവാക്കിയത്, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഇതൊക്കെ സഹായിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും എന്ന് ഓബ്വിയസ് ആണ് അല്ലെ. മിക്ക സമയങ്ങളിൽ നമ്മൾ ഏതൊക്കെ വീഡിയോസ് ആണ് കണ്ടത് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നാലാമത്തെ ട്രിക്കാണ് യു ആർ മിസ്സിംഗ് ഔട്ട്. അരമണിക്കൂർ വിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യുന്നത്, ന്യൂസ് നോക്കുന്നത്, വാട്സാപ്പ് മെസ്സേജസ് നോക്കുന്നതൊക്കെ എങ്ങാനും ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യുമോ എന്ന തോന്നൽ കാരണമാണ്. ശരിക്കും ഒരു ഇമെയിൽ ഓർ മെസ്സേജ് വന്നതും ഉടനെ തന്നെ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
നോട്ട് റിയലി. ബട്ട് നമ്മുടെ മനസ്സ് നീ മിസ് ഔട്ട് ചെയ്യും എന്ന ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാനായിട്ട് തുടങ്ങും. ഡോപ്പാമിന്റെ പ്രോബ്ലംസ് ഇതെല്ലാമാണ് എന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഡോപ്പാമിൻ ഡീടോക്സ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടും എന്ന് നോക്കാം. ഇത്ര നേരം കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഓവർ സ്റ്റിമുലേഷൻ ആണ് നമ്മുടെ ഫോക്കസ് കളയുന്നത്, നമ്മുടെ ഇമ്പോർട്ടന്റ് ടാസ്ക് നമ്മൾ ചെയ്യുന്നതിൽ തടസ്സം നിൽക്കുന്ന ആളെന്ന്. സോ ഇതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ സ്റ്റിമുലേഷൻസിന്റെ ലെവൽ കുറയ്ക്കുക എന്നത്. അതാണ് ഡോപ്പാമിൻ ഡീടോക്സ്. സ്റ്റിമുലേഷൻസ് കുറച്ച് ഓവർ സ്റ്റിമുലേഷൻസ് തടഞ്ഞ് നമ്മുടെ മൈൻഡിനെ ഒരു പ്രോപ്പർ സ്റ്റേറ്റിൽ എത്തിച്ച് മെയിൻ ടാസ്ക് ചെയ്യുന്നതാണ് ഡോപ്പാമിൻ ഡീടോക്സ് എന്ന പ്രോസസ്സ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റിമുലേഷൻസ് വേണ്ടാതാവുമ്പോൾ ചലഞ്ചിങ്ങും ബോറിങ്ങുമായി തോന്നിയ നമ്മുടെ മെയിൻ ടാസ്ക് ഒക്കെ അട്രാക്റ്റീവും ഈസിയുമായി തോന്നാനായിട്ട് തുടങ്ങും. ഈ ബുക്കിൽ 3 ടൈപ്പ് ഓഫ് ഡോപ്പാമിൻ ഡീടോക്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്പർ 1 48 hour കംപ്ലീറ്റ് ഡോപ്പാമിൻ ഡീടോക്സ്. നമ്പർ 2 24 hour ഡോപ്പാമിൻ ഡീടോക്സ്. നമ്പർ 3 പാർഷ്യൽ ഡോപ്പാമിൻ ഡീടോക്സ്. ഈ 48 മണിക്കൂർ കംപ്ലീറ്റ് ഡോപ്പാമിൻ ഡീടോക്സ് അത്യാവശ്യം ഇന്റൻസീവ് ആണ്. 48 മണിക്കൂറുകൾ എല്ലാ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻസിന്റെ സോഴ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കണം. ഇത് കേൾക്കുമ്പോൾ പാടായി തോന്നിയാലും നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റിൽ വേഗം തന്നെ എത്തി മൈൻഡ് കാമായി ഫോക്കസ് ആയിരുന്ന് മെയിൻ ജോലികൾ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഫുള്ളായി ഒഴിവാക്കി ഒരു വാക്കിങ്ങിന് പോവാം, ജേർണലിങ്, മെഡിറ്റേഷൻ, റീഡിങ്, സ്ട്രെച്ച് എക്സസൈസസ് ഇതൊക്കെ ചെയ്യാം. മൈൻഡ് വേഗം തന്നെ ക്ലിയർ ആവും. രണ്ടാമത്തേതാണ് 24 hour ഡോപ്പാമിൻ ഡീടോക്സ്. ഇത് 48 hour ഡോപ്പാമിൻ ഡീടോക്സ് പോലെ തന്നെയാണ്, ബട്ട് ഫോർ എ ഷോർട്ടർ പീരീഡ്. മറ്റതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ബട്ട് ലെസ് എഫക്റ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ ടൈപ്പാണ് പാർഷ്യൽ ഡോപ്പാമിൻ ഡീടോക്സ്. ഇത് ലെസ് ഡിമാൻഡിങ് ആണ്, ബട്ട് തുടർച്ചയായി ഒരുപാട് നാള് ഫോളോ ചെയ്താൽ നല്ല എഫക്റ്റീവ് ആവും. ഇതിൽ എല്ലാ സ്റ്റിമുലേഷനും ഒറ്റയടിക്ക് ഒഴിവാക്കുന്നതിന് പകരം നമ്മുടെ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് സ്റ്റിമുലേഷൻ ഏതാണ് എന്ന് കണ്ടെത്തി അത് ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ സമയം ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം ഡിലീറ്റ് ചെയ്ത് കുറേ നാള് ഫോളോ ചെയ്ത് നോക്കുക. ഇനി ഈ പറഞ്ഞ ഡീടോക്സ് സക്സസ്ഫുൾ ആയി ചെയ്യാനായിട്ട് ഒരു 3 സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. സ്റ്റെപ്പ് നമ്പർ 1 ഐഡന്റിഫൈ യുവർ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ. ഡോപ്പാമിൻ ഡീടോക്സ് എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആദ്യം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്, ടെംപ്ടേഷൻസ് ഏതെല്ലാം എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഒരു പെന്നും പേപ്പറും എടുത്ത് 2 കോളംസ് വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ ഡോപ്പാമിൻ ഡീടോക്സ് ടൈമിൽ ഒഴിവാക്കേണ്ട ആക്ടിവിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഈ ലിസ്റ്റ് ഡെസ്കിലോ ഓർ മറ്റേതെങ്കിലും എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക. എന്തൊക്കെ ഒഴിവാക്കണം എന്നതിന് ഒരു റിമൈൻഡർ ആയിട്ട് ഇത് ഉണ്ടാവും. സ്റ്റെപ്പ് നമ്പർ 2 ആഡ് ഫ്രിക്ഷൻ. ഒരു കാര്യം ഈസിലി ആക്സസിബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ അത് എപ്പോഴും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് റീഡിസൈൻ ചെയ്ത് ഒഴിവാക്കേണ്ട ആക്ടിവിറ്റീസിനൊക്കെ ഒരു ഫ്രിക്ഷൻ ആഡ് ചെയ്യുക. ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ടും വെക്കുക. മനുഷ്യര് പൊതുവെ മടിയന്മാരാണ്, സോ ഫ്രിക്ഷൻ കൂട്ടിയാലും ആ പണി ചെയ്യുന്നത് കുറയും. സ്റ്റെപ്പ് നമ്പർ 3 സ്റ്റാർട്ട് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. ഓവർ സ്റ്റിമുലേറ്റഡ് ആകുന്നതിന് മുമ്പ് ഫസ്റ്റ് രാവിലെ എണ്ണീറ്റതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്ത് തുടങ്ങാം. അതല്ലാതെ ഫസ്റ്റ് ഫോൺ എടുത്ത് തുടങ്ങിയാൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പണികളൊന്നും തുടങ്ങില്ല. ഇതിനായിട്ട് നല്ലൊരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കുക. എന്നിട്ട് അത് കുറേ നാൾ കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്ത് വരിക. ഈ സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഡെസിഷൻ എടുക്കാം നമുക്ക്. ഏത് ടൈപ്പ് ഡീടോക്സ് ആണ് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. 48 hour or 24 hour ഡീടോക്സ് ആണെങ്കിൽ മാക്സിമം എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. പാർഷ്യൽ ഡീടോക്സ് ആണെങ്കിൽ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് ഡിസ്ട്രാക്ഷൻ ഏതാണ് എന്ന് കണ്ടെത്തി അത് റിമൂവ് ചെയ്യുക. ഇനി ഈ ഡോപ്പാമിൻ ഡീടോക്സിന്റെ ബെനിഫിറ്റ്സ് നല്ലപോലെ കിട്ടാനായിട്ട് ഇനി പറയാൻ പോകുന്ന കുറച്ചുകൂടി ടിപ്സ് ഫോളോ ചെയ്യാം. ടേക്ക് നോട്ട്സ്. ഡോപ്പാമിൻ ഡീടോക്സ് ടൈമിൽ നമുക്ക് വരുന്ന ഫീലിംഗ്സ് ഒക്കെ നോട്ട് ചെയ്യുക. റെസ്റ്റ്ലെസ് ആയി തോന്നുന്നു, ഫോൺ നോക്കാനായിട്ട് മനസ്സ് ടെംപ്റ്റ് ആവുന്നു, വീഡിയോസോ റീൽസ് കാണാൻ മുട്ടിയിട്ട് വയ്യ എന്നൊക്കെയുള്ള ഫീലിംഗ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് സ്റ്റിമുലേഷൻ ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, റിഫ്ലക്ട് ഓൺ യുവർ ലൈഫ്. എപ്പോഴും ബിസിയായി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ലൈഫിലെ മെയിൻ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് കുറയും. അതിനായിട്ട് ഡീടോക്സ് ടൈമിൽ റിഫ്ലക്ഷൻ ചെയ്യുക. എന്തൊക്കെ ഗോൾസ് ആണ് ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അത് എനിക്ക് ഓക്കെ ആണോ? അതിൽ ഞാൻ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് മാത്രം ചെയ്താൽ എൻ്റെ ഗോൾ എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റുമോ? ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ടാണോ ഓരോ ദിവസവും ചിലവാക്കുന്നത്? ഏതൊക്കെ പ്രോജക്ട്സിൽ ഞാൻ ഫോക്കസ് കൂടുതൽ കൊടുക്കണം, ഏതൊക്കെ ചെയ്യുന്നത് നിർത്തണം? ഇങ്ങനെയുള്ള കുറച്ച് റിഫ്ലക്ഷൻസ് കൂടി ചെയ്യുക. സോൾവ് യുവർ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഓർ വറീസ് ഉണ്ടെങ്കിൽ അതൊരു പെന്നും പേപ്പറും എടുത്ത് എഴുതുക. മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടില്ല. പ്രോബ്ലംസ് എഴുതി അതിനുള്ള സൊല്യൂഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഡീടോക്സ് ടൈമിൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്തപ്പോൾ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. സോ എഴുതാനായിട്ട് എന്തായാലും മിസ്സാക്കാതെ തന്നെ നോക്കുക. ഐഡന്റിഫൈ യുവർ ഫിയേഴ്സ്. നമ്മൾ മിക്കപ്പോഴും ഈ സ്റ്റിമുലേഷന്റെ പുറകെ പോകുന്നത്
മറ്റേതെങ്കിലും ഒരു പേടി ഓർ അൺപ്ലസന്റ് ഫീലിംഗ്സിൽ നിന്നും ഒരു ഒളിച്ചോട്ടം പ്രതീക്ഷിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പേർപ്പസ്ഫുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഡീടോക്സ് ടൈമിൽ അങ്ങനെയുള്ള ഫിയേഴ്സ് ഒക്കെ കണ്ടെത്തി നോട്ട് ഡൗൺ ചെയ്ത് അത് പതിയെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഡോപാമിൻ ഡീടോക്സ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടത്. ഇനി പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി നമ്മുടെ ജോലികൾ എങ്ങനെ ചെയ്യാം എന്ന് കാണാം. സ്റ്റിമുലേഷൻസ് കുറച്ച് നമ്മുടെ മെയിൻ ടാസ്ക് ചെയ്യാനുള്ള മോട്ടിവേഷനും പിന്നെ ആ ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്ത് പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാൻ യുവർ ഡേ. നമ്മുടെ ദിവസം ഇന്റൻഷണൽ ആയാൽ തന്നെ പ്രൊഡക്ടിവിറ്റി കൂടാൻ തുടങ്ങും. കുറച്ചു നേരം ഡേ പ്ലാൻ ചെയ്യാനായിട്ട് മാറ്റിവെക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസിൽ പെടാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. പ്ലാനിങ് നമുക്കൊരു ക്ലാരിറ്റി തരും. ഏതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, അത് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, എത്ര സമയം എടുക്കും എന്നൊക്കെ. അത് നമ്മുടെ സ്ട്രെസ് കുറച്ച് നമുക്കൊരു കൺട്രോൾ തരും. ഇനി പ്ലാനിങ് എങ്ങനെ ചെയ്യാം? ഭയങ്കര സിമ്പിൾ ആണ്. ഒരു പെന്നും പേപ്പറും എടുക്കുക. ഇന്ന് ചെയ്ത് തീർക്കേണ്ട കുറച്ച് ടാസ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഓർഡർ ചെയ്യുക. എന്നിട്ട് അപ്പോൾ തന്നെ ആദ്യത്തെ ടാസ്ക് ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞതും അടുത്തത്, അങ്ങനെ ഓരോന്നായി ചെയ്ത് തീർക്കാം. ഇനി ഈ പ്ലാനിങ് ഒക്കെ കുറച്ചുകൂടി ലോങ് ടേം വിഷനോട് കൂടിയും ചെയ്യാം. വീക്ക്ലി, ക്വാർട്ടർലി, മന്ത്ലി ആൻഡ് ഇയർലി ഗോൾസ് എന്ന് ഡിവൈഡ് ചെയ്തും പ്ലാനിങ് സ്ട്രക്ചർ ചെയ്യാം. ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായാൽ ഗോളിലോട്ട് എത്തിപ്പെടാൻ ഈസി ആയിരിക്കും. ഇനി എപ്പോഴും ഒരു മേജർ ടാസ്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി രാവിലെ തന്നെ ചെയ്യാനായിട്ട് സ്കെഡ്യൂൾ ചെയ്യണം. പ്രൊഡക്ടിവിറ്റിയുടെ 3 പില്ലേഴ്സ് ആണ് ഫോക്കസ്, കൺസിസ്റ്റൻസി ആൻഡ് ഇമ്പാക്ട്. കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഡിസ്ട്രാക്ഷനും പ്രോക്രാസ്റ്റിനേഷനും ഒഴിവാക്കി ടാസ്ക് ചെയ്യുന്ന കഴിവാണ് ഫോക്കസ്. നമ്മുടെ മെയിൻ കീ ടാസ്ക് എല്ലാ ദിവസവും വീക്ക് ആഫ്റ്റർ വീക്ക്, മന്ത് ആഫ്റ്റർ മന്ത്, ഇയർ ആഫ്റ്റർ ഇയർ മുടങ്ങാതെ ചെയ്യുന്ന ഒരു ഹാബിറ്റായി ഡെവലപ്പ് ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് ടാസ്കുകളുള്ള ലിസ്റ്റിൽ മെയിൻ കീ ടാസ്ക് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നതാണ് ഇമ്പാക്ട്. ലേസർ ഷാർപ്പ് ഫോക്കസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇനി പറയുന്ന കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യാം. നമ്പർ 1, ബി അറ്റ് ദ സെയിം പ്ലേസ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. ഇതിനായിട്ട് ഒരു സിമ്പിൾ ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്യാം. സ്റ്റീഫൻ കിങ് എന്ന ഒരു ഫേമസ് റൈറ്ററിന്റെ എക്സാമ്പിൾ നോക്കാം. അദ്ദേഹം എഴുതാനുള്ള ഇൻസ്പിറേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാറില്ല. എല്ലാ ദിവസവും സെയിം ടൈമിൽ അദ്ദേഹത്തിന്റെ ഡെസ്കിൽ ഇരുന്ന് എഴുതാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്പിറേഷൻ ഒക്കെ വഴിയെ വന്നോളും എന്നാണ് പറയുന്നത്. നമുക്ക് അതുപോലെ ഒരു റൂട്ടീൻ ഉണ്ടാക്കി സെയിം ടൈം സെയിം പ്ലേസിൽ വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്തു വരാം. നമ്പർ 2, ചൂസ് എ ട്രിഗർ. ഈ റൂട്ടീൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ട്രിഗർ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡെസ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു ചായ ഉണ്ടാക്കി എടുത്തിട്ട് വരുന്നതാവാം, ഓർ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതാവാം. ഇതൊക്കെ മൈൻഡ് ഒന്ന് കാം ഡൗൺ ചെയ്യിപ്പിക്കും. മൈൻഡ് റിലാക്സ് ആയാൽ വർക്ക് തുടങ്ങുന്നതും ഈസി ആവും. നമ്പർ 3, ഗെറ്റ് സ്റ്റാർട്ടഡ്. റൂട്ടീനും ട്രിഗറൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഒന്നും നോക്കാതെ ടാസ്ക് ചെയ്യാനായിട്ട് തുടങ്ങുക. കുറച്ചു നേരം ചെയ്താൽ തന്നെ ഒരു മൊമെന്റം അങ്ങ് വരാനായിട്ട് തുടങ്ങും. അത് വർക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. നമ്പർ 4, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിവാക്കുക. ഫോണ് സൈലന്റ് ആക്കാം, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് അതൊക്കെ ഓഫ് ചെയ്യാം. വർക്കിന് അത് ആവശ്യമില്ലെങ്കിൽ. അതുപോലെ മറ്റുള്ളവരോട് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞും നമുക്ക് വർക്ക് ചെയ്യാം. നമ്പർ 5, വർക്ക് വിത്തൗട്ട് ഇന്ററപ്ഷൻസ്. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കിയില്ലേ, ഇനി യാതൊരുവിധ ഇന്ററപ്ഷൻസും ഇല്ലാതെ വർക്ക് ചെയ്യാം. 45 മിനിറ്റ് നിർത്താതെ ചെയ്തിട്ട് 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇനി ലാസ്റ്റ് സെക്ഷൻ, ഈ ഡോപാമിൻ റീലാപ്സ് എങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കാം. ഡോപാമിൻ ഡീടോക്സ് കംപ്ലീറ്റ് ചെയ്തു, മൈൻഡ് ഒക്കെ റിലാക്സ് ആക്കി, വിചാരിച്ച പോലെ ജോലികളൊക്കെ ചെയ്ത് തീർത്താലും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ റീലാപ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ശങ്കരം പിന്നെയും തെങ്ങിന്മേൽ തന്നെ എന്ന് പറയും പോലെ പഴയ ശീലങ്ങളിലോട്ട് പോകും. സോ അതും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് ബി അവെയർ വെൻ യു സ്റ്റാർട്ട് റീലാപ്സിങ്. സെൽഫ് അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. എപ്പോഴാണ് നമ്മൾ പതുക്കെ വഴി മാറി ഡിസ്ട്രാക്ഷൻസിലോട്ട് പോകുന്നത് എന്ന് നോട്ടീസ് ചെയ്യുക. അത് അവെയർ ആയി തുടങ്ങുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്കിലോട്ട് വീണ്ടും വരിക. ഡീടോക്സ് കഴിഞ്ഞ ഒരു റീലാപ്സ് ഉണ്ടാവുന്നത് നോർമലാണ്. ബട്ട് സെൽഫ് അവയർനെസ് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ട്രാക്ക് മാറി പോകുന്നത്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ ബാറ്റിൽ ബിറ്റ്വീൻ യു ആൻഡ് യുവർ മൈൻഡ്. ഈ റീലാപ്സ് നടക്കുമ്പോൾ നമ്മുടെ മൈൻഡുമായി നമ്മൾ നടത്തുന്ന ഒരു യുദ്ധത്തെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നൊന്നും സെൽഫ് ഡെസ്ട്രോയ് ചെയ്യാതെ ബാക്ക് ടു റൂട്ടീൻ എന്ന് മനസ്സിൽ പറഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ഇസ് അഗെയിൻസ്റ്റ് യു. ഇപ്പോഴത്തെ കാലത്ത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും നമ്മുടെ അറ്റൻഷൻ കവർന്നെടുക്കാൻ മത്സരത്തിലാണ്. മാർക്കറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ്, അവർക്കൊക്കെ അറിയാം നമ്മുടെ ഫോക്കസ് ആണ് അവരുടെ ഇൻകം സോഴ്സ്. ബട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഫോക്കസ് നമ്മുടെ മണി സോഴ്സ് കൂടിയാണ്. അത് യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ, വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിപ്പിക്കണം. ഈ ലോകം നമുക്കെതിരാണ്. സോ പ്രൊട്ടക്ട് യുവർ സെൽഫ്, പ്രൊട്ടക്ട് യുവർ ഫോക്കസ്. അടുത്തതാണ് പ്രിപ്പയർ എ കോണ്ടിജൻസി പ്ലാൻ. ഇതൊരു ബാക്കപ്പ് പ്ലാൻ പോലെ നമുക്ക് കരുതാവുന്നതാണ്. ഫോക്കസ് തെറ്റിപ്പോയി പ്ലാനിൽ നിന്നും തെന്നി മാറിപ്പോവാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക.
നോർമലി എങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുക. ഇനി ആ ഒരു റിയാക്ഷൻ എങ്ങനെ ആയാൽ നമുക്ക് നല്ലതായിരിക്കും എന്ന് കാലക്കൂട്ട് തീരുമാനിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യുക. നെക്സ്റ്റ്, പുട്ട് സസ്റ്റൈനബിൾ സിസ്റ്റം ഇൻ പ്ലേസ്. ഏത് ടാസ്ക് ചെയ്യുമ്പോഴും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. അതാകുമ്പോൾ ഡിസ്ട്രാക്ഷൻസിൽ പെടാനുള്ള ചാൻസ് കുറവാണ്. ഒരു ഒഴുക്കിൽ അങ്ങനെ പണികൾ ചെയ്യുമ്പോൾ റീലാപ്സിൽ നിന്നും വേഗം തിരിച്ചു വരാനായിട്ട് പറ്റും. ലാസ്റ്റ്, കൾട്ടിവേറ്റ് ദ ഹിയർ ആൻഡ് നൗ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓവർ സ്റ്റിമുലേഷൻ തടയാൻ നമുക്ക് ഡോപ്പാമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ഇവരൊക്കെ കൂട്ടുപിടിക്കാം. ഇത് നമുക്കൊരു റിലാക്സേഷനും കാംനെസ്സും ഒക്കെ തരും. ഇതിനായിട്ട് മെഡിറ്റേഷൻ, സ്ട്രെച്ചിങ്, മൈൻഡ്ഫുൾനെസ്, വാക്കിംഗ്, ബോർഡം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നമ്മുടെ ഫോക്കസ് കൊടുത്ത് നമ്മുടെ ലൈഫ് അവരുടെ കൺട്രോളിൽ വിടണോ, ഓർ ഇത് എൻ്റെ ലൈഫാണ്, എനിക്ക് ഇതൊക്കെ നേടിയെടുക്കണം, അതിന് എൻ്റെ വിലപ്പെട്ട ഫോക്കസ് ഞാൻ എന്തായാലും കാത്തു സൂക്ഷിക്കും എന്ന ഡെസിഷൻ എടുക്കണം. വാട്ട് എവർ ഇറ്റ് ഇസ്, ദ ചോയ്സ് ഇസ് യുവേഴ്സ്. ആൻഡ് ഡോപ്പാമിൻ ഡീടോക്സ് അതിനൊരു സഹായിയായിരിക്കും. വളരെ ചെറിയൊരു ബുക്കാണ്, ഈസി ആയിട്ട് തന്നെ വായിക്കാൻ പറ്റും. വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയി തോന്നിയാൽ ബുക്ക് വായിക്കുക. ഓൾസോ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.